പ്രിയപ്പെട്ട കൂട്ടുകാരെ, CSEB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം എല്ലാവരും കാണുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NCDCയെ കുറിച്ചാണ്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന മേജർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സിലബസിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് NCDC ഒക്കെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ NCDCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ RTGSൻ്റെ വീഡിയോ കണ്ടവരോടൊരു തിരുത്തൽ പറയാനുണ്ട്. എന്നുവെച്ചാൽ RTGSൻ്റെ മിനിമം ലിമിറ്റ് 2 ലക്ഷം എന്നും മാക്സിമം ലിമിറ്റ് 10 ലക്ഷം എന്നുമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. കാരണം പല ബാങ്കുകളും മാക്സിമം ലിമിറ്റ് 10 ലക്ഷം എന്ന് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചത് കൊണ്ടാണ് 10 ലക്ഷം എന്നുള്ള മാക്സിമം ലിമിറ്റ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ RTGSന് മാക്സിമം നോ ലിമിറ്റ് എന്നാണ് RBIയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. എന്ന് വെച്ചാൽ RTGSന് മാക്സിമം ലിമിറ്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. RTGSൻ്റെ ലിമിറ്റ് മാക്സിമം ലിമിറ്റ് നോ ലിമിറ്റ്, അതായത് 10 ലക്ഷമല്ല ആൻസർ നോ ലിമിറ്റ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ നോ ലിമിറ്റ് എന്നാണ് ആൻസർ. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCDCയെ കുറിച്ചാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നമ്മൾ എല്ലാ ദിവസത്തെ പോലെ ഫുൾ ഫോം തുടങ്ങി പഠിക്കുകയാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1963 എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് NCDC. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ NCDC ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് AD ഗോർവാളയാണ്. AD ഗോർവാള. ഓക്കെ, AD ഗോർവാളയാണ് നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് AD ഗോർവാള. അതൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇത് പ്രധാനപ്പെട്ടതാണ്. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത്. ഇറ്റ് വാസ് with this background that the National Cooperative Development Corporation and Warehousing Board was set up in 1956. In 1963, the warehousing activity was separated and NCDC was created. ഓക്കെ, ഇത് പറയുന്നത് പറഞ്ഞാൽ ആദ്യം ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മുഴുവൻ പേരെന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്നായിരുന്നു ആദ്യത്തെ പേര്. അത് 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. എന്നാൽ 1963 ആയപ്പോഴത്തേക്കും ഈ വെയർഹൗസിംഗ് ആക്ടിവിറ്റി ഈ സ്ഥാപനത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയും നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന ഇതിന് പേര് മാറ്റുകയും ചെയ്തു. അങ്ങനെ 1963 NCDC ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1963 NCDC ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് 1956 1956 ഈ NCDCയുടെ കൂടെ ഈ വെയർഹൗസിംഗ് സെറ്റപ്പൂടെയുള്ള ആ സ്ഥാപനം സ്ഥാപിതമായത് 1956 എന്നാൽ വെയർഹൗസിംഗ് ആക്ടിവിറ്റി സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം NCDC സ്ഥാപിതമായത് 1963 അപ്പോൾ NCDC സ്ഥാപിതമായത് എന്നൊന്ന് ചോദിച്ചാൽ 1963 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1956 എന്നാണ് ആൻസർ. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 13/3/1963. മാർച്ച് 13, 1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 13/3/1963. ഇത് 13 ഉണ്ട്, പിന്നെ വീണ്ടും ഒരു 3 വന്നു. 1963 ഒരു 3 ഉണ്ട്. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഫാൻസി നമ്പർ പോലെയൊക്കെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, 13/3/1963. അതുപോലെ NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1962.
ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 1963 NCDC സ്ഥാപിതമായി. NCDC ആക്ട് ആണെങ്കിൽ 1962 സ്ഥാപിച്ചു, 62 പാസ്സാക്കി. അതുപോലെ NCDC ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും പഠിക്കുക. ഓക്കെ, ഇനി NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ 3rd 5-year പ്ലാൻ. ഏത് 5-year പ്ലാനിൻ്റെ കാലയളവിലാണ് NCDC സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 3ാമത്തെ 5-year പ്ലാൻ, 3rd 5-year പ്ലാനിൻ്റെ സമയത്താണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 3rd 5-year പ്ലാനിൻ്റെ സമയത്താണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതും അറിഞ്ഞിരിക്കുക. അതുപോലെ NCDC is a statutory corporation under the Ministry of Agriculture established by the Government of India. NCDC ഏത് മിനിസ്ട്രിയുടെ കീഴിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് NCDC സ്ഥാപിതമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് NCDC സ്ഥാപിതമായിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് NCDC സ്ഥാപിതമായിരിക്കുന്നത്. അതുപോലെ NCDC ആക്ട് വാസ് ഫസ്റ്റ് അമെൻഡഡ് ഇൻ ദ ഇയർ 1975 NCDCയുടെ ആക്ട് ആദ്യമായി അമെൻഡ് ചെയ്യുന്നത്. NCDC ആക്ട് ആദ്യമായി അമെൻഡ് ചെയ്യുന്നത് 1975. അതുപോലെ NCDC ആക്ട് വാസ് എഗെയിൻ അമെൻഡഡ് ഇൻ 2002. അതായത് NCDC ആക്ടിൻ്റെ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ഏത് ഇയറിലാണെന്ന് ചോദിച്ചാൽ 2002 ഏറ്റവും അവസാനമായി അമെൻമെൻറ്റ് നടന്നത്. അതുപോലെ NCDCയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് 1975. ഓക്കെ, ഇതും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ദ പ്രസിഡൻറ്റ് ഓഫ് NCDC ഈസ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. പ്രസിഡൻറ്റ് ഓഫ് NCDC ഈസ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഇപ്പോഴത്തെ അഗ്രികൾച്ചർ മിനിസ്റ്ററിൻ്റെ പേര് തന്നിട്ട്, യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്ററിൻ്റെ പേര് തന്നിട്ട് ഇദ്ദേഹം ഏത് സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ NCDC എന്നാണ്. അതുപോലെ NCDCയുടെ പ്രസിഡൻ്റ് ആരാണ് എന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ ആൻസർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറാണ്. ആ ഓപ്ഷനകത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിൻ്റെ പേരുണ്ടെങ്കിൽ അതാണ് പ്രസിഡൻറ്റ് ഓഫ് NCDC എന്നർത്ഥം. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദ സുപ്രീം ബോഡി ഓഫ് NCDC ഈസ് ജനറൽ കൗൺസിൽ ഓഫ് 51 മെമ്പേഴ്സ്. അതായത് NCDCയുടെ സുപ്രീം ബോഡി എന്നറിയപ്പെടുന്ന ജനറൽ കൗൺസിലാണ്. അവിടെ 51 മെമ്പേഴ്സാണ് ഉള്ളത്. 51 മെമ്പേഴ്സാണ് NCDCയുടെ ജനറൽ കൗൺസിലിൽ ഉള്ളത്. അതും മനസ്സിലാക്കി വെക്കുക. അതുപോലെ ദ മാനേജിംഗ് ഡയറക്ടർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അതായത് NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് MD ആണ്. മാനേജിംഗ് ഡയറക്ടറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC. ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആര്, MD, സെക്രട്ടറി, അങ്ങനെയൊക്കെ ചെയർമാൻ, പ്രസിഡൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് ആൻസർ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ NCDCയുടെ എക്സിക്യൂട്ടീവ് ബോഡി എന്നറിയപ്പെടുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. NCDCയുടെ എക്സിക്യൂട്ടീവ് ബോഡി എന്നറിയപ്പെടുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് NCDC ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കൺസിസ്റ്റ് ഓഫ് 12 മെമ്പേഴ്സ്. അതായത് മാനേജിംഗ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ 12 മെമ്പേഴ്സാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. ഇതും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ടേം ഓഫ് ജനറൽ കൗൺസിൽ ആൻഡ് ബോർഡ് ഓഫ് NCDC ഈസ് ഫോർ 3 years and the same is reconstituted by the central government every 3 years. ഇത് പറയുന്നത് അതായത് ജനറൽ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ ബോർഡ് ഓഫ് NCDCയുടെയും ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് ജനറൽ കൗൺസിലിൻ്റെയും ബോർഡ് ഓഫ് NCDCയുടെയും കാലാവധി എന്നറിയപ്പെടുന്നത് 3 വർഷമാണ്. അതുപോലെ ഈ 3 വർഷ കാലാവധിയിൽ അപ്പോയിൻ്റ് ചെയ്ത ബോർഡിനെ അല്ലെങ്കിൽ ജനറൽ കൗൺസിലിനെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു 3 വർഷം കൂടി വീണ്ടും അപ്പോയിൻ്റ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് എന്ന അർത്ഥം. എന്നുവെച്ചാൽ ഈ 3 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഒരു കമ്മിറ്റിയെ അല്ലെങ്കിൽ ഒരു കൗൺസിലിനെ, ബോർഡിനെ
വീണ്ടും ഒരു 3 വർഷത്തേക്ക് കൂടി അപ്പോയിൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. എങ്കിലും ടേം ഓഫ് ജനറൽ കൗൺസിൽ ആൻഡ് ബോർഡ് ഓഫ് NCDC എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 3 വർഷം എന്നാണ്. ഓക്കെ. NCDC's functions through 16 regional state directorates. അതായത് NCDCയുടെ ഫങ്ഷൻസ് നടപ്പിലാക്കുന്നത് 16 റീജിയണൽ ഓർ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ് വഴിയാണ്. 16 റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ് വഴിയാണ് NCDCയുടെ ഫങ്ഷൻസ് നിർവഹിക്കപ്പെടുന്നത് എന്നർത്ഥം. അതും മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ഈസ് എ സ്കീം ഓഫ് NCDC. മിനിമം സപ്പോർട്ട്സ് പ്രൈസ് ഈസ് എ സ്കീം ഓഫ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ NCDC ആണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് എ സ്കീം ഓഫ് NCDC. അത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? NCDC എന്നാണ് ആൻസർ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് NCDC ആണ്. ഇതും മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ്. അതുപോലെ ലിനാക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം, അതായത് ലക്ഷ്മണ റാവു ഇനാംദാർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ലിനാക്ക് എന്നറിയപ്പെടുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ NCDC. NCDCയുടെ കീഴിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലിനാക്ക്. ലക്ഷ്മണ റാവു ഇനാംദാർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിനാക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ NCDCയുടെ കീഴിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ഗുർഗാവോണിലാണ്. ഹരിയാനയിലെ ഗുർഗാവോൺ എന്നുള്ള സ്ഥലത്താണ് ലിനാക്ക് സ്ഥിതി ചെയ്യുന്നത്. അതും മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ NCDC gives financial assistance to state government and not to cooperative organizations. NCDC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്, അല്ലാതെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന് ഡയറക്റ്റായിട്ട് അല്ല ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഡയറക്റ്റ്ലി കോപ്പറേറ്റീവ് ഓർഗനൈസേഷന് എയ്ഡ് നൽകുന്നില്ല, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നില്ല. മറിച്ച് ഗവൺമെൻറ്റിന് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിന് നൽകി അതുവഴി കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുകയാണ് NCDC ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC ഈസ് മാനേജിങ് ഡയറക്ടർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊരു IAS ഓഫീസർ ആയിരിക്കണം ഈ മാനേജിങ് ഡയറക്ടർ. എന്നിട്ട് ഈ മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിങ് ഡയറക്ടറാണ്. അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ IAS ഓഫീസർ ആയിരിക്കണം. ഈ IAS ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അതുപോലെ റൂറൽ കൺസ്യൂമർ സ്കീം ഓർ ദ ലീഡ് ലിങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NCDC ഇൻ ദ ഇയർ 1976. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം ഇത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? NCDC. ഏത് വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു? 1976. റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം, ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? NCDC. ഏത് വർഷം? 1976. ഇതും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ആർട്ടിക്കിൾസ് ഇൻ റൂറൽ ഏരിയാസ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റൂറൽ കൺസ്യൂമർ സ്കീം. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള പോയിന്റിൽ കണ്ടായിരുന്നു. റൂറൽ കൺസ്യൂമർ സ്കീമിൻ്റെ മറ്റൊരു പേരാണ് ലീഡ് ലിങ്ക് സ്കീം. ഇത് NCDCയുടെ കീഴിൽ 1976 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസെൻഷ്യൽ ആർട്ടിക്കിൾസ് ഇൻ റൂറൽ ഏരിയാസ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റൂറൽ കൺസ്യൂമർ സ്കീം. ഇതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ദ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ബൈ വേ ഓഫ് ലോൺ ആൻഡ് സബ്സിഡി. അതായത് NCDC നൽകുന്ന സഹായം ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ലോണും സബ്സിഡിയും ഈ രൂപത്തിലുള്ളതാണ് NCDCയുടെ അസിസ്റ്റൻസ്. NCDCയുടെ അസിസ്റ്റൻസ് ബൈ ദ വേ ഓഫ് ലോൺ ആൻഡ് സബ്സിഡി. ഇത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ICDPയുടെ ഫുൾ ഫോം നമ്മൾ ആദ്യം
അറിഞ്ഞിരിക്കുക. ICDP എന്ന് വെച്ചാൽ ഇൻറ്റിഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇൻറ്റിഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ICDPയുടെ ഫുൾ ഫോം. ഈ ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് NCDC ആണ്. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1985-86 കാലഘട്ടത്തിലാണ് ICDP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തത് NCDC. ഏത് വർഷം? 1985-86. ഇതൊന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം 85-86 എന്ന് തന്നിരിക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും എക്സാക്റ്റ് ഡേറ്റ് ചോദിച്ചാൽ അത് നമുക്ക് ഓപ്ഷനിൽ 85-86 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ICDP ഏതാണ് കൃത്യമായിട്ടും ഏത് വർഷമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ICDPയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ഇൻറ്റിഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ICDPയുടെ ഫുൾ ഫോം. ഇത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ICDP ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ICDP വാസ് ഇംപ്ലിമെൻറ്റഡ് ഫസ്റ്റ് ഇൻ നാദിയ ഡിസ്ട്രിക്ട് ഇൻ വെസ്റ്റ് ബംഗാൾ. അതായത് പശ്ചിമ ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ICDP ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നാദിയ ഡിസ്ട്രിക്ട് വെസ്റ്റ് ബംഗാൾ. ഇതാണ് ICDP ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. ജില്ല ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. വയനാട് ഡിസ്ട്രിക്റ്റിലാണ് കേരളത്തിൽ ആദ്യമായി ICDP ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നാദിയ ഡിസ്ട്രിക്റ്റും വയനാട് ഡിസ്ട്രിക്റ്റും വയനാട് ജില്ലയിലാണ് കേരളത്തിൽ. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ നാദിയ ഡിസ്ട്രിക്റ്റ് അതേത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിൽ. ഓക്കെ. അതുപോലെ ICDP ഒരു ടൈം ബൗണ്ട് പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട പ്രോജക്റ്റാണ് ICDP. ICDP ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര കാലാവധിക്കുള്ളിൽ പൂർത്തിയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് ICDP വാസ് എ ടൈം ബൗണ്ട് പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ എത്ര ICDP പ്രോജക്റ്റുകളുണ്ട് എന്ന് ചോദിച്ചാൽ 5 എണ്ണമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ 5 ഇൻറ്റിഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാടുണ്ട്, കോട്ടയമുണ്ട്, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്, പാലക്കാട്. അപ്പോൾ വയനാട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട് ഇത്രയും ജില്ലകളിൽ 5 ജില്ലകളിൽ ICDP പ്രോജക്റ്റ് കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ജില്ലകളിലാണ് ICDP ഉള്ളത്, അല്ലെങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെ ജില്ലയിലാണ് ICDP ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ച ഓപ്ഷനിൽ ഇതൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എത്ര ICDP പ്രോജക്റ്റ് കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ 5. ഇതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കാം നന്നായിട്ട്. ഓക്കെ. ദ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ICDP വാസ് DCBs. അതായത് ICDP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ICDP ഇൻറ്റിഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴിയാണ്. അതും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ നമ്മുടെ NCDC ആണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നത്. എന്തിന്? അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നത് NCDC ആണ്. ഓക്കെ. NCDC ആണ് ഈ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നത്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ദ ഗ്രാൻഡ് ഗിവൺ ടു കെയർഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബൈ NCDC വാസ് കമ്മോഡിറ്റി ഗ്രാൻഡ്. അതായത് കെയർഫെഡിന് കോക്കനട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി NCDC നൽകുന്ന ഗ്രാൻഡ് ഏത് തരത്തിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കമ്മോഡിറ്റി ഗ്രാൻഡാണ്. കെയർഫെഡിന് കോക്കനട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി NCDC നൽകുന്ന ഗ്രാൻഡ് കമ്മോഡിറ്റി ഗ്രാൻഡിൻ്റെ ഫോമിലാണ് നൽകുന്നത്. ഇതും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ദ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ആർ ഗവേൺഡ് ആൻഡ് കൺട്രോൾഡ് അണ്ടർ NCDC. കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ഗവേൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് എന്ന് ചോദിച്ചാൽ NCDCയുടെ കീഴിലാണ് നമ്മുടെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ്
ഗവേൺഡ് ആൻഡ് കൺട്രോൾഡ് അണ്ടർ NCDC, അതും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അതുപോലെ അഗ്രോ പ്രോസസ്സിംഗ്, അഗ്രോ മാർക്കറ്റിംഗ് ആൻഡ് ICDP ആർ ദ മെയിൻ ട്രസ്റ്റ് ഏരിയാസ് ഓഫ് NCDC. നമ്മൾ ICDPയെ കുറിച്ച് ഓൾറെഡി കണ്ടു. അതുപോലെ അതുപോലെ അഗ്രോ പ്രോസസ്സിങ്ങും അഗ്രോ മാർക്കറ്റിങ്ങും ICDPയുടെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് NCDCയെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ NCDCയെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1963 സ്ഥാപിച്ചിരുന്നു തുടങ്ങിയ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ തന്നെയും പിന്നെയും ഒത്തിരി തവണ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഒരു തവണ കണ്ടാൽ മാത്രം പലപ്പോഴും ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ അധികം തവണ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നോട്ടിൽ നിന്നും അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ ലഭിക്കുകയാണെങ്കിൽ അവയും കുറിച്ചെടുക്കുക. അതുപോലെ ഈ വീഡിയോസിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.